ചിലപ്പോൾ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് നിന്നെ പോലെ ആയാൽ മതി. ഇതെല്ലാം സ്വർഗത്തിൽ കേട്ടിരിക്കും. അപ്പോൾ കർത്താവ് പറയും, മകളെ ഞാൻ നിന്നെ പോലെ ആക്കിക്കൊള്ളാം. അതിനാ പിന്നെ കയ്യിലെടുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? അലക്കുന്നു. അപ്പോൾ കർത്താവ് വേണ്ട 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 പറയും. കർത്താവ് അപ്പോൾ പറയും, നീ ആദ്യത്തെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ കേട്ടു, അതിൻ്റെ മറുപടി തന്നിട്ട് പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥന കേട്ടോളാം. ഹല്ലേലൂയ. ആദ്യമേ എന്താ പ്രാർത്ഥിച്ച? കർത്താവേ എന്നെ നിന്നെ പോലെ ആക്കണം. പിന്നെ കർത്താവ് അലക്കാൻ തുടങ്ങുമ്പോൾ വേദന വരുമ്പോൾ കർത്താവെ നിർത്തണേ. അപ്പോൾ കർത്താവിന് ആദ്യത്തെ പ്രാർത്ഥനയുടെ മറുപടി കഴിയട്ടെ, പിന്നെ മറ്റേത് തരാം. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോഴാണ് കൂട്ടായ്മയുടെ ബലം. ഞങ്ങളുടെ എവിടെയൊക്കെ ഞാൻ പണ്ട് കാലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, കേരളത്തിലൊക്കെ ആരെങ്കിലും രോഗികളായാൽ മറ്റുള്ള സഹോദരി സഹോദരന്മാരെല്ലാവരും കൂടെ അടുത്ത് വന്നിരുന്ന് പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ വേദനയിൽ കിടക്കുന്ന ആ സഹോദരൻ ഒരു ആശ്വാസമാകും. ആശ്വാസത്തിൻ്റെ പാട്ടുകൾ പാടും. ഇന്ന് കേരളത്തിൽ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾ ഇന്നും അത് തന്നെ പിൻപറ്റുന്നുണ്ട്. ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ രോഗിയായാൽ അവർക്ക് അവരുടെ വീട്ടിൽ സൗകര്യമില്ല, ഞങ്ങൾ താമസിക്കുന്നവരെ കൊണ്ടുവരും. നിങ്ങൾ നോക്കിയാൽ മിക്കവാറും രോഗികൾ വന്നിരിക്കുന്നത് കാണാം. ആശുപത്രി പോലെ 2, 3, 4, 5, 6 പേര് അവിടെ കിടക്കുന്നത് കാണാം. കാരണം അവരുടെ വീട്ടിലിരുന്ന് ഞങ്ങളിരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനം വായിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കൂട്ടായ്മയുടെ ബലം കൊണ്ട് അവർക്ക് വേദന സഹിക്കാൻ പ്രയാസം കുറഞ്ഞു തോന്നും. എന്നാൽ ചിലരെന്താണ് ചെയ്യുന്നത്? പെട്ടെന്ന് ആശുപത്രി കൊണ്ട് വേണേൽ 500 രൂപ തന്നേക്കാം, വേണമെങ്കിൽ 2000 രൂപ തന്നേക്കാം. അതൊക്കെ എളുപ്പമാണ്. എന്നാൽ ഒരു രോഗിയായിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ, ഒരു മകൻ്റെ മകളുടെ കൂടെ ഇരുന്ന് ആശ്വാസത്തിൻ്റെ പാട്ടുകൾ പാടിക്കൊടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും പിന്നെ അവർക്ക് മരുന്നിൻ്റെയോ വൈദ്യൻ്റെയോ പുറകെ പോകുവാൻ ആഗ്രഹം വരികയില്ല. പരിശോധനയെ ജയിക്കുവാനുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് കൂട്ടായ്മ തന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വടക്കേ ഇന്ത്യയിൽ ആ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എത്രയോ ദൈവമക്കൾ, നിങ്ങൾ ജമ്മുവിൽ ഇപ്പം ഞാൻ താമസിക്കുന്നത് വന്നാൽ എത്ര പേരാണ് ഒരു ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരം കഴിക്കാനുള്ളത്? പലരെ വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുക. കർത്താവിൻ്റെ വിശ്വാസ നിമിത്തം ഇറക്കി വിട്ടിരിക്കുകയാണ്. ചില കുടുംബമായി ഇറക്കി വിട്ടിരിക്കുകയാണ്, ചില ഒറ്റയ്ക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. അവരെല്ലാം കുറച്ച് താമസിപ്പിച്ച് എന്തെങ്കിലും ജോലിയൊക്കെ പഠിപ്പിച്ച് വീണ്ടും അവരെ വീട്ടിലേക്ക് അയക്കുവാനായി ശ്രമിക്കും. എത്രയും ഞങ്ങൾ ശ്രമിക്കുന്ന അവരെ വീട്ടിലേക്ക് അയക്കുക, വീട്ടിലുള്ളവരുമായി അവരും രക്ഷയിലേക്ക് വരണം, അവരെ വീട്ടിൽ നിന്ന് മാറ്റുവാനല്ല. അങ്ങനെയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ രോഗികളായാൽ അവരെ അതിലും ഉടനെ അവരിൽ രോഗികളായാൽ ചിലക്ക് വേദന സഹിക്കാൻ ഉടനെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവരെ അഡ്മിറ്റ് ചെയ്യും. അതിനുള്ള ചിലവ് ഞങ്ങൾ തന്നെ വഹിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ മെഡിക്കൽ കോളേജിലും അവരോട് കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനിടയാകും. കൂട്ടായ്മ കുറയുമ്പോഴാണ് നാം ഒറ്റപ്പെട്ടു പോകുന്നത്. ആകയാൽ ദൈവമക്കളാകുന്ന നിങ്ങൾ തമ്മിൽ കൂട്ടായ്മ ആചരിച്ചുകൊണ്ട്, വിശേഷാൽ ഒരു സഹോദരനോ സഹോദരിയോ ഏതെങ്കിലും പ്രതികൂലങ്ങളിൽ ദൈവം അവരെ അലക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അവരുടെ അടുക്കൽ പോയിരുന്ന് പ്രത്യാശയുടെ പാട്ടുകൾ പാടി അവരെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങിയാൽ അത് വളരെ അനുഗ്രഹകരമായിരിക്കും. ആർക്കും പിന്നെ യേശുവിൻ്റെ ആശുപത്രി വിട്ടു പോകുവാൻ കഴിയുകയില്ല. ഇന്നത്തെ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ആശുപത്രിയാണ് യേശുവിൻ്റെ ആശുപത്രി. ഹല്ലേലൂയ. കാൽവറി ആശുപത്രി. അവിടുത്തെ ഡോക്ടറാണ് യേശു, അവിടുത്തെ നേഴ്സാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം, അവിടുത്തെ മരുന്നാണ് യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ നാമവും. യേശുവിൻ്റെ നാമം എന്ന ഗുളിക കഴിക്കുക, യേശുവിൻ്റെ രക്തമാകുന്ന അത് ഇഞ്ചക്റ്റ് ചെയ്ത് പരിശുദ്ധാത്മാവാകുന്ന നേഴ്സിൽ കൂടി ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര വലിയവനാണ്, എത്ര സർജറി അവൻ നടത്തുവാൻ കഴിവുള്ളവനാണ്. ഒരു പ്രയാസവും കൂടാതെ അങ്ങനെ ചെയ്യുവാൻ മതിയായതിനുള്ള നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പോകാം. അതുകൂടാതെ വെള്ളിയെ ഊതി കഴിക്കുന്നത് പോലെ അവൻ നമ്മളെ ഊതി കഴിക്കും. ഞാൻ ഈ വെള്ളി ഉരുക്കുന്ന ജുവലർ ഷോപ്പിൽ പോയിട്ട് ഇത് വചനം അതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് വെള്ളി ഉരുക്കുന്നത്? ഒരു പാത്രത്തിൽ വെള്ളി വെച്ചിട്ട് അതിൻ്റെ കീഴെ നല്ലപോലെ ചൂട് കൊടുക്കുമ്പോൾ വെള്ളി ഉരുകാൻ തുടങ്ങും. വെള്ളി ഇങ്ങനെ ഉരുകി വരുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല വെള്ളി മുകളിൽ കാണപ്പെടും. അഴുക്കായത് അതിൻ്റെ കിട്ടമെല്ലാം താഴെ അതിൻ്റെ അടിയിലേക്കാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, വെള്ളിക്കാരനോ വെള്ളി ഉരുക്കുന്നതിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ വെള്ളി നല്ലപോലെ ഉരുകിയത് എന്ന് മനസ്സിലാകുന്നത് ചോദിക്കുമ്പോൾ പറഞ്ഞത്, വെള്ളി നല്ലപോലെ ഉരുകിക്കഴിഞ്ഞാൽ ആ വെള്ളിയിന്മേൽ നോക്കുമ്പോൾ അവൻ്റെ മുഖം നല്ലതുപോലെ കാണാമെങ്കിൽ, തെളിഞ്ഞ് കാണാമെങ്കിൽ അർത്ഥം കിട്ടമെല്ലാം അടിയിലായി. അപ്പോൾ തെളിഞ്ഞ് കാണുകയില്ലെങ്കിൽ വീണ്ടും ഉരുക്കിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ കർത്താവ് നമ്മളെ പരിശോധനയിൽ കൂടെ വിട്ടിട്ട്
അവിടെ ഏതോ പ്രാവ് ഏതോണ്ട് കടന്നു പോയത്, അങ്ങോട്ട് അധികം നോക്കി ഇനി സമയം നിലവഴിക്കേണ്ട, ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചാട്ട്. അതൊരു ചെറിയ കാര്യം. സാത്താൻ എങ്ങനെയാണ് ചിന്തിക്കുന്നറിയാം, ഏതെങ്കിലും ഇതിൽ ചിലരുടെ ശ്രദ്ധ അങ്ങോട്ട് വലിച്ചാൽ എനിക്ക് അവരെ എന്ത് ചെയ്യാൻ നോക്കും, അവരെ രാജാക്കന്മാരാക്കാൻ, അവരെ എനിക്ക് പിടിച്ചു നിർത്താനൊക്കെ, അവർക്കൊരു ബ്രേക്ക് ഇടാനൊക്കെ. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം ജയം പറഞ്ഞ് അതിൽ നിന്ന് ശ്രദ്ധിക്കുക, അതിങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമ്മളെ ഒരുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ എൻ്റെ രൂപം അവനിൽ എത്രമാത്രം കാണാറായി. നമ്മൾ മുമ്പ് പറഞ്ഞു, യേശുവേ നിൻ്റെ രൂപം, ആ പാട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ. അതിപ്പോൾ പാടുവാൻ സമയമില്ലല്ലോ. അപ്പോൾ നമ്മിൽ കൂടെ യേശുവിൻ്റെ രൂപം വെളിപ്പെടണം. 2 Corinthians 3:18 വായിച്ചാൽ, അത് വായിച്ചിട്ട് അല്പം നേരം നിങ്ങൾക്ക് ബ്രേക്ക് തരാമെന്ന് ആഗ്രഹിക്കുന്നു. 2 Corinthians 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, വെള്ളി ഉരുക്കുമ്പോൾ ആ ഉരുക്കുകാരൻ നോക്കുകയാണ്, പൂർണ്ണമായി ഉരുക്കുക. അപ്പം കിട്ടമെല്ലാം അഴുക്കായതെല്ലാം പുറയിൽ പോയോ എന്ന് തോന്നും, താഴെ പോയോ. പിന്നെ നല്ലതായി കഴിയുമ്പോൾ അത് ഉരുക്കി വേറൊരു പാത്രത്തിലാക്കും. ഉരുക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ദൈവത്തിന് വേറൊരു പരിപാടിയുടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എസെക്കിയേൽ പ്രവചനം 22:18 മുതൽ 20 വരെ വായിച്ചാൽ. എസെക്കിയേൽ പ്രവചനം 22:18 മുതൽ 20 വരെ വായിച്ചാൽ. എസെക്കിയേൽ പ്രവചനം 22:18 മുതൽ 20 വരെ. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയവും ഇരുമ്പും കർത്തിയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും കിട്ടമായി തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കർത്തിയവും വെളുത്തിയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എന്റെ കോപത്തിലും എന്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടിയുരുക്കും. മതി. ഇത് വാസ്തവികമായി അക്ഷരീയമായി ഇസ്രായേലിന് വേണ്ടിയുള്ള വചനമാണ്. എന്നാൽ അതേ സമയത്ത് ആത്മീയ നമ്മൾക്കും അത് ആത്മീയമായി അർത്ഥമെടുക്കാവുന്നതാണ്. ഇസ്രായേൽ മക്കൾ ഏറ്റവും ശ്രേഷ്ഠമായ പൊന്നായി ഇരിപ്പാൻ കർത്താവ് ആഗ്രഹിച്ചു. എന്നാൽ അവര് കുറച്ചുപേര് ഇരുമ്പ് പോലായി, കുറച്ചുപേര് തകരം പോലായി, കുറച്ചുപേര് ചെമ്പ് പോലായി, കുറച്ചുപേര് ഈയം പോലായി. യഹോവയായ ദൈവം പറയുന്നതാണ്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും, കൂട്ടി ഒരുക്കും. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളായ നാം ചിലർ ഇരുമ്പ് പോലെ കഠിനരാണ്. ഇരുമ്പിന് ഉരുക്കണമെങ്കിൽ 2500 ഡിഗ്രി ചൂട് വേണം, എന്നാലേ ഇരുമ്പ് ഉരുവുള്ളൂ. അതേ സമയത്ത് കർത്തീയം ഉരുകണമെങ്കിൽ 110 120 ഡിഗ്രി ആയ കർത്തീയം ഉരുകും, ഈയം ഉരുകും. അപ്പം ഓരോരുത്തരെ ഏത് ടൈപ്പ് മെറ്റൽ ആയിട്ടുള്ളതെന്ന് ദൈവത്തിനും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പം നിങ്ങൾക്ക് വരുന്ന പരിശോധന, അതിൻ്റെ ചൂട് നിങ്ങൾ ഏ വിധത്തിലായിരിക്കുന്നു അതിനനുസരിച്ച്. പെട്ടെന്ന് ഉരുകാമെങ്കിൽ എളുപ്പമാണ്, ഓടി ഒളിക്കുകയാണെങ്കിൽ ചൂട് കൂട്ടിക്കൊണ്ടിരിക്കും. ആർക്കു വേണ്ടി? തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്. അതുകൊണ്ട് ഏതെങ്കിലും പരിശോധന വന്നാൽ കർത്താവേ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ 100 ഡിഗ്രി ചൂട് കൊണ്ടാകും തീർന്നെന്ന് വന്നേക്കും. ഓടിപ്പോയാൽ അടുത്ത പ്രാവശ്യം 250 ഡിഗ്രി ചൂടാകും. അത് കൂടി 2500 ആകും. സ്വർഗത്തിലെ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ, സമർപ്പിക്കപ്പെട്ടവരെ ഉരുക്കി കൊണ്ടുപോകുന്ന പണി നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഓരോരുത്തരെ ഉരുക്കുന്നതിൻ്റെ ചൂട് ആരെ ആശ്രയിച്ചായിരിക്കുന്നത്? ദൈവത്തെ ആശ്രയിച്ചോ നമ്മെ ആശ്രയിച്ചോ? നമ്മെ ആശ്രയിച്ചായിരിക്കുന്നത്. തകർന്ന് നുറുങ്ങിയ ഹൃദയം പെട്ടെന്ന് വരാമെങ്കിൽ ചൂട് പെട്ടെന്ന് കുറയും.
അല്ലെങ്കിൽ അവിടെ ഇവിടെ ഓടി ഓടി പോവുകയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. സമർപ്പിച്ച് നമ്മുടെ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ ചിലർ പേരിന് വേണ്ടി സമർപ്പിക്കും. ചിലർ കർത്താവേ എനിക്ക് നിന്നെ പോലെ ആയിത്തീരണം, നിന്റെ ക്രൂസിലെ സ്നേഹം കണ്ടിട്ട് നിന്നെ വിട്ട് ദൂരെ പോകുവാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് നിന്റെ അടുക്കലാകണമെന്നുള്ള ആഗ്രഹമുണ്ട് കർത്താവേ, എന്നെ നിന്നെ അതിനു വേണ്ടി ഏൽപ്പിച്ചു തരുന്നു. അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ടെന്നല്ല. അങ്ങനെ ആഗ്രഹം ചിലർക്ക് യേശുവിൻ്റെ അനുഗ്രഹം മതി, ചിലർക്ക് കർത്താവേ നിന്റെ അനുഗ്രഹം ഒന്നും വേണ്ട, എനിക്ക് നിന്റെ അടുത്ത് നിന്റെ ആ സ്നേഹം, ആ ക്രൂസിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയും. നിന്റെ അടുക്കലൊന്ന് അടുത്ത് വരും, നിന്നെ അടുത്തൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമുള്ള സമർപ്പണമുള്ളവരെ ദൈവം എന്തു ചെയ്യും? ഒരുക്കും. വിശുദ്ധനായവൻ അവൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ നമ്മളെ വിശുദ്ധരാക്കി ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, നിങ്ങളുടെ ചൂട് കർത്താവ് കൂട്ടുന്നതിന് മുൻപേ ഉരുകാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കർത്താവ് ചൂട് കൂട്ടി ഒരുക്കും. ഇത് ദൈവമക്കൾക്കെല്ലാവർക്കും കടന്നു പോകേണ്ട പാതയാണ്. ഇതാണ് സത്യസുവിശേഷം. അല്പം പോലും ഇതിനകത്ത് ഞാനൊരു സൈക്കോളജിയും ചേർത്തിട്ടില്ല, എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനും ചേർത്തിട്ടില്ല. വചനത്തിൽ എഴുതിയിരിക്കുന്നതും ആദിമകാല വിശുദ്ധന്മാർ കടന്നുപോയതും ഞങ്ങളിപ്പോൾ വടക്കേ ഇന്ത്യയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും ഞങ്ങൾ ദിനംതോറും അനുഭവിക്കുന്നതുമായ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. പണ്ട് അനുഭവിച്ച കാര്യമല്ല, ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു നല്ല ആഹാരം ഭക്ഷിക്കുമ്പോൾ, ഒരു ഉദാഹരണമായി നല്ല മധുരമുള്ളതോ അല്ലെങ്കിൽ രുചിയായെന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ നോക്ക്, സഹോദരൻ ഇത് നല്ല രുചിയുള്ളതാണ്, ഇത് ഭക്ഷിച്ച് നോക്ക്, നിനക്ക് ആരോഗ്യമുണ്ട്. അതുപോലെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ തീച്ചൂളയിൽ കൂടെ, അവൻ അയക്കുന്ന തീച്ചൂളയിൽ കൂടെ കടന്നുപോയി. അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. എം ശാമുവേൽ എഞ്ചിനീയർ ആയിരുന്നു, ക്യാപ്റ്റൻ ആയിരുന്നു, മിലിറ്ററിയിലൊക്കെ ആയിരുന്നു, പെർമനൻറ്റ് കമ്മീഷൻഡ് ഓഫീസർ ആയിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി നോക്കിയപ്പോൾ 5 ടണ്ണ് ഭാരമുണ്ട്. എത്ര ടണ്ണ് ഭാരമുണ്ട്? 5 ടണ്ണ്. അതിനകത്ത് നോക്കിയാൽ അകത്ത് വെറും 10 ഗ്രാം പൊന്നേ ഉള്ളൂ. 5 ടണ്ണ് വെയിറ്റുള്ള എം ശാമുവേലിൻ്റെ അകത്ത് എത്ര ഉണ്ട്? 10 ഗ്രാം പൊന്ന്. ദൈവത്തിന് 10 ഗ്രാം പൊന്ന് മതി. ഈ 5 ടണ്ണ് ഭാരമുള്ള വലിയ എം ശാമുവേലിൽ നിന്ന് 10 ഗ്രാം പൊന്നെടുക്കുന്നത് എങ്ങനെയാണ്? എം ശാമുവേൽ കുറച്ച് വേല ചെയ്തു, ക്യാപ്റ്റൻ ആയിരുന്നു, അതായിരുന്നു. 5 ടണ്ണ് പിറ്റേ ദിവസം 6 ടണ്ണായി. പേരും പെരുമയെല്ലാം വർദ്ധിച്ചു, ആളുകളെല്ലാം റെസ്പെക്റ്റ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ 7 ടണ്ണായി. അങ്ങനെ ടണ്ണ് കൂടിയാൽ അകത്തെ സ്വർണം വെളിയിൽ വരത്തില്ല. അകത്തെ സ്വർണത്തെ വെളിയിലെടുക്കണമെങ്കിൽ എം ശാമുവേലിനെ തീച്ചൂളയിലാക്കണം. അപ്പോൾ 5 ടണ്ണുള്ള എം ശാമുവേലിനെ സ്വർഗസ്ഥനായ ദൈവം നല്ല തീച്ചൂളയിലോട്ടിടും. അപ്പോൾ തീച്ചൂളയെല്ലാം പൊങ്ങുകയാണ്. അയ്യോ അല്ലേലും. അപ്പോൾ എം ശാമുവേൽ പറയാണ്, യേശുവിൻ്റെ നാമത്തിൽ തീച്ചൂള മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാലൊന്നുമില്ല, പിടിച്ചിരിക്കുന്നത് യേശുവാ, തീച്ചൂളയ്ക്കകത്ത് പിടിച്ചു വച്ചിരിക്കുക. അപ്പോൾ 5 ടണ്ണിൽ നിന്ന് ഉരുകി 1 ടണ്ണ് കുറഞ്ഞു, 4 ടണ്ണായി. പിന്നെ കുറച്ചുകൂടെ ഒരു തീച്ചൂളായി, 3 ടണ്ണായി, 2 ടണ്ണായി, 1 പിന്നെ 500 ഗ്രാമായി. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ പൊന്നിൻ്റെ കാര്യമൊക്കെ വെളിയിൽ. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഏതാ ഇത് പ്രയോജനമുള്ളതാണ്. പിന്നെ നോക്കിയപ്പം 1 കിലോ ആയി. 1 കിലോ ആയപ്പോൾ കുറച്ചുകൂടെ പൊന്ന് വെളിയിൽ വരാൻ തുടങ്ങി. പിന്നെ നോക്കിയപ്പം 500 ഗ്രാമായി. ഹല്ലേലൂയ. 5 ടണ്ണ് ഇപ്പം ഇത്ര വലിയത് ഇപ്പോൾ ഇത്രയായി. ഹല്ലേലൂയ. ഒടുവിൽ ആ പൊന്ന് വെളിയിൽ വരും, പറന്നു പോകും. അതാണ് സുവിശേഷം. ഹല്ലേലൂയ. നമ്മളെ അതുപോലെ ഉരുക്കി അവനെ പോലെ ആക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ കടന്നുപോയ കഷ്ടതകൾ, നിന്ദകൾ, അപമാനങ്ങൾ, ഉപദ്രവങ്ങൾ എല്ലാം എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമായിരുന്നു.